നമസ്കാരം, ഞാൻ രജനി കളത്തിങ്കൽ. എനിക്കിന്ന് ആയുധ ചണ്ഡീക യാഗത്തിനെ കുറിച്ച് നിങ്ങളോട് 4 വാക്ക് സംസാരിക്കണമെന്ന് തോന്നി. നമുക്ക് മഞ്ചേരിയിൽ വെച്ച് 5-ാം തീയതി തൊട്ട് 10-ാം തീയതി വരെ വളരെ ഭംഗിപൂർവ്വം നമ്മുടെ ആയുധ ചണ്ഡീക യാഗം നടന്നിരുന്നു. അതിൽ പങ്കെടുക്കാൻ സാധിച്ചു. ഞാൻ ദേവി മാഹാത്മ്യം ക്ലാസ് ഒക്ടോബറിലാണ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഡിസംബറിൽ ദീക്ഷ കിട്ടി ഞങ്ങൾക്ക്. നമ്മുടെ ക്ലാസ് കഴിയുമ്പോൾ ഇതിൻ്റെ പിന്നിൽ ഇങ്ങനൊരു യാഗമുണ്ടാകുമെന്നോ അതിൽ പങ്കെടുക്കാൻ സാധിക്കുമെന്നൊന്നും ഞാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നില്ല. എന്താ പറയുക എന്നറിയില്ല. ദേവി ഞങ്ങളെയും കൂടി അതിൽ ചേർത്ത് പിടിച്ചു. യാഗത്തിൽ പങ്കെടുക്കാൻ സാധിച്ചു. വളരെ സന്തോഷം തോന്നി. ഇങ്ങനൊരു മുഹൂർത്തത്തിന് സാക്ഷ്യം വഹിച്ചതിന്, ദേവിയിലേക്ക് എത്തിച്ചേർന്ന മാതിരി. അത്ഭുതം. എന്തൊക്കെയോ പറയേണ്ടതെന്ന് പോലും എനിക്കറിയാത്തൊരവസ്ഥയാണ് ആ യാഗത്തിനെ കുറിച്ച്. നമ്മൾ ഇതേവരെ കണ്ടിട്ടുണ്ടെന്നെങ്കിൽ പോലും നമുക്കതങ്ങനെ ഇരിക്കാനോ ആ ഹോമകുണ്ടത്തിന് ചുറ്റും ഇരുന്ന് അത് ചെയ്യാൻ സാധിക്കാനോ ഈ ദേവി മാഹാത്മ്യത്തിലെ ഓരോ മന്ത്രങ്ങളും അത്രയും നമുക്കത് ചൊല്ലി അത് അർപ്പിക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു സന്തോഷം. 2 ദിവസം യാഗത്തിന് ഇരുന്നപ്പോൾ വലിയ ബുദ്ധിമുട്ടൊന്നും തോന്നിയിട്ടുണ്ടായിരുന്നില്ല. 7-ാം തീയതി 8-ാം തീയതി യാഗം ചെയ്തു. വലിയ ബുദ്ധിമുട്ടൊന്നും എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നില്ല. വലിയ ഹോമകുണ്ടങ്ങളായിരുന്നു. പക്ഷേ അതിൽ നിന്ന് ചൂടോ വലിയ ബുദ്ധിമുട്ടൊന്നും തോന്നിയില്ല. 9-ാം തീയതി എനിക്കിരിക്കാൻ പറ്റിയില്ല. 10-ാം തീയതി യാഗത്തിനിരുന്നു. 10-ാം തീയതി യാഗത്തിന് ഇരുന്നപ്പോൾ ഉണ്ടായ അനുഭവം, നമ്മൾ തീയിലിരുന്ന് ചെയ്ത മാതിരി ഭയങ്കരമായിട്ട് നമ്മളതിനെ. അപ്പോൾ ടീച്ചർ പറഞ്ഞിരുന്നു, ദേവിയുടെ ശക്തി കൂടും, പരീക്ഷണങ്ങളുണ്ടാവും, നമുക്ക് സഹിക്കാൻ പറ്റാത്ത ഒരു ഇത് വരും എന്നൊക്കെ പറഞ്ഞിരുന്നെങ്കിൽ കൂടി ഭയങ്കരമായൊരു ശക്തി എന്തൊക്കെയോ നമ്മുടെ മനസ്സിൽ ആ ചൂട്ടത്തിരിക്കുമ്പോഴും ദേവിയിലേക്ക് നമ്മൾ ഇറങ്ങി ചെന്ന മാതിരിയോ ദേവീനെ കാണാൻ പറ്റുന്ന മാതിരിയോ സങ്കടവും ശരീരം മുഴുവൻ ചുട്ടുപൊള്ളണ മാതിരിയുള്ള ഒരവസ്ഥയായിരുന്നു. എന്നാലും ദേവിയെ കാണുന്ന പോലെയുള്ളൊരു സന്തോഷം മനസ്സിൽ വരുന്ന മാതിരിയും മേലൊക്കെ നമുക്ക് എന്തൊക്കെയോ ഒരു കുളിർ കാരണം അങ്ങനെ ഒരു തോന്നലും ഉണ്ടായിരുന്നു. സങ്കടവും സന്തോഷമൊക്കെ കൂടിയിട്ട് വരുന്നൊരവസ്ഥ. എല്ലാവരോടും കൂടി പറയാനുള്ളത്, ഈ ചണ്ഡിക യാഗത്തിന് പങ്കെടുത്തവരെല്ലാവരും ഭാഗ്യവതികളും ഭാഗ്യവാന്മാരുമാണ്. എനിക്കും അതിൽ പങ്കെടുക്കാൻ സാധിച്ചു. ദേവിയിലേക്ക് ആഴ്ന്നിറങ്ങാൻ സാധിച്ചു. അതിന് നമുക്കിവിടെ സാക്ഷ്യം വഹിച്ചു. എല്ലാ ഗുരുനാഥന്മാർക്കും നമുക്ക് ഇതിന് ഇത്രയും ഭംഗിയോടുകൂടി നമ്മുടെ ഈ ചണ്ഡിക യാഗം നടത്താൻ തീരുമാനമെടുത്ത് വലിയ ഒരു കാര്യമായിരുന്നു അത്. അത്രയും അവരുടെ ഒരു പവർഫുള്ളായിട്ടുള്ള തീരുമാനം അത് ഭംഗിയോടുകൂടി തന്നെ അവസാനിക്കാൻ സാധിച്ചു. എല്ലാ ഗുരുക്കന്മാർക്കും നമുക്ക് കുറേ നമ്മുടെ സ്വാമിജിമാർ എത്തിച്ചേർന്നിട്ടുണ്ടായിരുന്നു. അതൊക്കെ നമ്മുടെ ഭാഗ്യം തന്നെയാണ്. അങ്ങനെ ഒരു യാഗശാലയിൽ നമ്മളും കൂടി ഇരിക്കാനുള്ളൊരു ഭാഗ്യം അതിന് നമുക്ക് ഇടയാക്കിയത് നമ്മുടെ ഗുരുനാഥന്മാർ തന്നെയായിരുന്നു. അവരുടെ ശക്തമായ തീരുമാനങ്ങൾ തന്നെയായിരുന്നു. വലിയൊരു കാര്യം സിമ്പിളായിട്ടാണ് അത് അത്രയും ഭംഗിയോടുകൂടി അവസാനിപ്പിച്ചത്. എല്ലാ ഗുരുക്കന്മാർക്കും, നന്ദിനി ടീച്ചർക്കും, പ്രകീർത്തിക്കും, കൃഷ്ണപ്രസാദ്ജിക്കും, അതിൽ പങ്കുചേർന്ന് അതിന് പിന്നിൽ പ്രവർത്തിച്ച എല്ലാ ഗുരുക്കന്മാർക്കും, അണിയറ പ്രവർത്തകർക്കും എല്ലാവർക്കും ഞാൻ ഈ അവസരത്തിൽ നന്ദിയും സ്നേഹവും സന്തോഷവും അറിയിക്കുകയാണ്. ഓം പരാശക്തിയെ നമഃ.